ഹരേ കൃഷ്ണ. ഇന്ന് ശ്രീ ലോചൻദാസ് ഠാക്കൂറിൻ്റെ തിരോഭാവ ദിവസമാണ്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരത്തിനു ശേഷം 34 വർഷങ്ങൾ കഴിഞ്ഞ് 1520 ബർധമാൻ ജില്ലയിലെ കോഗ്രാമിലെ ഒരു വൈദ്യ കുടുംബത്തിലാണ് അദ്ദേഹം അവതരിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ കമലാദാസനും മാതാവ് ശ്രീമതി സദാനന്ദയുമായിരുന്നു. ഭൗതിക ജീവിതത്തിൽ താല്പര്യമില്ലായിരുന്ന അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ഗുരുവിൻ്റെ സേവനം ചെയ്തുകൊണ്ട് ശ്രീഖണ്ഡയിൽ ജീവിച്ചു. ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാർഷദനും മഹാകീർത്തനീയനുമായിരുന്ന ശ്രീ നരഹരി സർക്കാരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു. ഗുരുവിൽ നിന്നും കീർത്തനം ചെയ്യുന്നതിൽ പ്രാവീണ്യം നേടിയ അദ്ദേഹം ആത്മീയ ആനന്ദത്തിൻ്റെ ഉയർന്ന തലത്തിൽ എത്തിക്കുന്ന തൻ്റെ കീർത്തനങ്ങളിലൂടെ ഭഗവാന്റെ തിരുനാമം എല്ലായിടത്തും പ്രചരിപ്പിച്ചു. വളരെ പ്രത്യേകതയുള്ള ശൈലിയിൽ അദ്ദേഹം രചിച്ച ഭഗവാന്റെ മനോഹരമായ ലീലകൾ കേൾക്കുന്നവരുടെ ഹൃദയത്തെ പരമപുരുഷനായ ഗൗരാംഗ മഹാപ്രഭുവിനോടുള്ള പരിശുദ്ധ ഭക്തിയാൽ നിറയ്ക്കുന്നു. അതുകൂടാതെ ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാവ്യരൂപങ്ങൾ ഉപയോഗിച്ച് ബംഗാളി ഭാഷയിൽ അദ്ദേഹം അനേകം ഭക്തിഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. തൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജീവിതവും ലീലകളും ഉൾക്കൊള്ളുന്ന ജീവചരിത്രമായ ചൈതന്യ മംഗൾ അദ്ദേഹം രചിച്ചു. നദിയ ജില്ലയിൽ താമസിച്ചിരുന്ന മുരാരി ഗുപ്ത എഴുതിയ ചൈതന്യ ചരിതം എന്ന സംസ്കൃത കാവ്യം അദ്ദേഹം ശ്രീ ദാമോദര പണ്ഡിറ്റിൽ നിന്നും കേട്ട് മനഃപ്പാഠമാക്കുകയും ദാമോദര പണ്ഡിറ്റിൽ നിന്നും പകർന്നു കിട്ടിയ ചൈതന്യ മഹാപ്രഭുവിനെ പറ്റിയുള്ള അറിവുകൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വികസിതമായി അത് ബംഗാളി ഭാഷയിൽ പാഞ്ചാലി ഘടനയിലുള്ള ശ്ലോകങ്ങളുടെ രൂപത്തിൽ ചൈതന്യ മംഗളായി എഴുതുകയും ചെയ്തു. മറ്റൊരു പുസ്തകത്തിലും കാണാൻ കഴിയാത്ത ചൈതന്യ ലീലകൾ പോലും ചൈതന്യ മംഗളിൽ ഉൾപ്പെടുന്നു. പരമകരുണ പഹുദുയി ജന എന്ന കീർത്തനത്തിലൂടെ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിൻ്റെയും നിത്യാനന്ദ പ്രഭുവിൻ്റെയും കാരുണ്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു. അതോടൊപ്പം അവരുടെ തൃപ്പാദങ്ങളെ ആശ്രയിച്ച് സേവനം ചെയ്യുന്നതിനായി ശിഷ്യരെ ഉപദേശിച്ചുകൊണ്ട് അവർക്ക് മേൽ കാരുണ്യം ചൊരിയുന്നു. ഭഗവാൻ കൃഷ്ണൻ്റെ നിത്യലീലയിൽ അദ്ദേഹം ലോചന സഖിയായി സേവനം ചെയ്യുന്നു. മഹാവൈഷ്ണവനായ ശ്രീ ലോചൻദാസ് ഠാക്കൂറിൻ്റെ ഈ സുദിനത്തിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കാരുണ്യത്താൽ ഗൗരനിതായുടെ പാദപത്മങ്ങളെ ആശ്രയിക്കാൻ കഴിയണമേ എന്നും അതിലൂടെ ശ്രീ രാധാ മദൻ ഗോപാൽജിയോട് പരിശുദ്ധ പ്രേമഭക്തി നേടുവാൻ കഴിയണമേ എന്നും അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ അപേക്ഷിക്കാം. ഹരേ കൃഷ്ണ.